മനസ്സാക്ഷിയുള്ള ഏതൊരു വ്യക്തിക്കും നിറഞ്ഞ കണ്ണുകളോടെയല്ലാതെ ഈ വീഡിയോ കാണാൻ കഴിയില്ല. പലസ്തീനിലെ തെക്ക് ഭാഗത്തുള്ള റഫേൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. ഈ കിരാതമായ ആക്രമണത്തിൽ വീട് വിട്ട് ഒഴിയുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത ഒരു ഫലസ്തീനിലെ യുവാവാണ് ഈ സംസാരിക്കുന്നത്. റഫേലിൽ നിന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ആളുകൾക്ക് അദ്ദേഹം നൽകുന്ന നിർദ്ദേശമാണ്. تستغربش مني ايش قاعد بسوي؟ كرتونتين اندومي شعريه، كرتونتين بيض، ليمون، بندوره، باذنجان، بصل، خبز، ثلث اكياس طحين. اليوم بدي انزح من الدار، اليوم بدي انزح من قطاع غزه واسيب دار اللي تربيت فيها وذكرياتي وكل حاجه حلوه عشت فيها في ارض غزه. ولكن ايها النازحين اتركوا في بيوتكم قليلا من الطعام يدخل هذا البيت ويأكل ولو قليلا من الطعام. صحة وعافية على قلوبكم يا فخر العز، يا فخر غزة. كملوا واحنا معاكم، والله كملوا واحنا معاكم، وكان الله معاكم وكان الله معنا. لا إله إلا الله محمد رسول الله، لا إله إلا الله محمد رسول الله. അദ്ദേഹം തൻ്റെ വീട്ടിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രീസറിൽ വെച്ചുകൊണ്ട് പലായനം ചെയ്യുന്ന ആളുകളോട് പറയുന്നത്, നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് ഒരല്പമെങ്കിലും നിങ്ങൾ ഈ നാടിൻ്റെ അഭിമാനമായ നമ്മുടെ സായുധ പ്രതിരോധ സംഘങ്ങൾക്കായി ബാക്കി വെക്കണമെന്നാണ്. അവർ ഈ ഭാഗത്തു കൂടെ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകണമെന്ന നിർദ്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നതാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമൂഹത്തെ എങ്ങനെയാണ് പരാജയപ്പെടുത്താൻ കഴിയുക? യഥാർത്ഥത്തിൽ ഗസയിലുള്ള വിമോചന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾക്ക് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും വൻ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് തന്നെ ഇത്തരത്തിലുള്ള പിന്തുണയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നാട്ടിലുള്ള ഗസയിലുള്ള ഓരോ ചെറുതും വലുതുമായ മുഴുവൻ മനുഷ്യരും ഈ പ്രതിരോധത്തിന് അവിടെയുള്ള ഹമാസ് ആണെങ്കിലും അവിടെയുള്ള മറ്റു ചെറുത്തുനിൽപ്പ് സംഘങ്ങളൊക്കെ ആണെങ്കിലും അവരെ 100% പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ പിന്തുണ നൽകാനുള്ള കാരണം? യഥാർത്ഥത്തിൽ ഈ ഹമാസ് ഈ യുദ്ധം നടത്തുന്നതിലൂടെയാണല്ലോ ഈ ഫലസ്തീനിലെ ആളുകൾക്ക് ഇത്രയും വലിയ പ്രതിസന്ധികൾ ഉണ്ടായത്. എന്നാൽ അതിനെതിരെയുള്ള ഒരു പ്രതികരണമല്ല ഈ നാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. അവർ വേദനയോടുകൂടെ എല്ലാവിധ പിന്തുണയും ഈ വിമോചന പ്രസ്ഥാനങ്ങൾക്ക് നൽകുകയാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും കാലം ഇസ്രയേലിൻ്റെ അടിമകളായിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് നാടില്ല, അവർക്ക് വിദേശ നാടുകളിലേക്ക് കടക്കാനുള്ള സൗകര്യങ്ങളില്ല. ഇതിനെല്ലാം ഇസ്രയേലിൻ്റെ അനുമതി വേണം. അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർ ഓരോ ദിവസവും കാരണങ്ങളില്ലാതെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരെ ആരെയും ഇസ്രയേലിനെ ഏത് സമയത്തും ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ പ്രതികരണത്തിൻ്റെ ഒരു ആളിക്കത്തലായിരുന്നു ഹമാസിൻ്റെയും അതുപോലെ ചെറുത്തുനിൽപ്പ് സംഘങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി തന്നെ പറഞ്ഞത്, ഈ ഒക്ടോബർ 7 എന്ന് പറയുന്നത് ശൂന്യതയിൽ നിന്ന് ഉണ്ടായതല്ല എന്ന്. എന്നാൽ ഇവിടെ ഇദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ നാടിന്റെയും ഈ സമുദായത്തിന്റെയും ഒക്കെ അഭിമാനമായി മാറിയ ചെറുത്തുനിൽപ്പ് സംഘമെന്ന് അറബ് ലോകത്ത് എന്നല്ല അന്താരാഷ്ട്ര തലങ്ങളിൽ മൊത്തം ഇപ്പോൾ വലിയ ചർച്ചയാണ്. അതായത് ഹമാസ് അടക്കമുള്ള ചെറുത്തുനിൽപ്പ് സംഘത്തിന് ശരിക്കും ഒരു വലിയ സൈന്യത്തെ മിഡിൽ ഈസ്റ്റിലെ ഒരിക്കലും തകർക്കാൻ കഴിയാത്ത വലിയ ശക്തിയെന്ന് ഇതുവരെ അവകാശപ്പെട്ട ഇസ്രയേൽ, എന്നാൽ അതിന് 100% കൂടെ നിന്ന് യുദ്ധം ചെയ്യുന്നതിന് സമാനമായ പിന്തുണയാണ് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ സംവിധാനങ്ങളെ ചെറുത്തു നിന്ന് തോൽപ്പിക്കാൻ മാത്രമല്ല അവരുടെ സൈനികരെയും അവരുടെ സൈനിക സംവിധാനങ്ങളെയും അവരുടെ മെർക്കോവ ടാങ്കുകളെയും ഒക്കെ ഈ രൂപത്തിൽ തകർത്തെറിയാൻ ഈ ഒരു സംഘത്തിന് സാധിക്കുന്നു എന്നത് ഫലസ്തീനികൾക്കും അതുപോലെ അറബികൾക്കും വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ഒന്നുമല്ല എന്ന് ലോകത്തിന് മുന്നിൽ യഥാർത്ഥ രൂപത്തിൽ വരച്ചു കാണിക്കാൻ ഈ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെതിരെയുള്ള പ്രതികരണമാണ് ഇസ്രയേൽ
ജനങ്ങളെ കൊന്നു തള്ളിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് ഞങ്ങൾ കീഴടങ്ങുകയില്ല എന്നാണ്. ഈ പ്രയോഗം തന്നെ യഥാർത്ഥത്തിൽ പരാജയം ഇപ്പോൾ ഇസ്രായേലിനാണ് എന്ന് കൃത്യമായും മനസ്സിലാക്കി തരുന്നുണ്ട്. കീഴടങ്ങുക എന്ന് പറയുന്നത് പരാജയപ്പെട്ട ഒരു സംഘത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. പരാജയപ്പെട്ട ശക്തിയാണ് കീഴടങ്ങുക എന്ന് പറയുന്ന പ്രയോഗം തന്നെ നടത്തേണ്ടത്. അല്ലാത്തവർക്ക് കീഴടങ്ങലില്ലല്ലോ. പക്ഷെ അങ്ങനെ കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഹമാസ് അല്ലെങ്കിൽ അവിടെയുള്ള ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ ഞങ്ങളുടെ സൈനികരെ കൊന്നുകൊണ്ടിരിക്കുന്നു, വലിയ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് എത്ര വലിയ നഷ്ടങ്ങളും ആൾനാശങ്ങളും സംഭവിച്ചാൽ പോലും ഞങ്ങൾ കീഴടങ്ങുകയില്ല. ഞങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ഉള്ള ആയുധം വെച്ച് ജനങ്ങളെ കൊല്ലുകയോ അല്ലെങ്കിൽ പട്ടിണിക്കിട്ട് കൊല്ലുകയോ ചെയ്ത് അതിനെ മറികടക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നാണ് ഇസ്രായേൽ ഈ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇസ്രായേൽ യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് തന്നെ അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെട്ടു എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് അത് ലോകത്തിന് നൽകുക. അതുകൊണ്ട് ആ ഒരു അഭിമാന പ്രശ്നമാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുന്നിലുള്ളത്. ഫലസ്തീനിലുള്ള പ്രതിരോധ സംഘങ്ങളെ കീഴടക്കാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷെ ഈ അഭിമാനം സംരക്ഷിക്കാൻ ഏതെങ്കിലും വിധത്തിൽ ജനങ്ങളെ കൊന്നിട്ടെങ്കിലും ഹമാസ് കീഴടങ്ങി അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞ ഉപാധികൾ അവർ അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരണം. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രതികരണം ഹമാസിനെതിരെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെയുള്ള സായുധ സംഘങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ എത്ര മരണപ്പെട്ടാലും ഏത് പ്രയാസങ്ങൾ സഹിച്ചാലും അവിടെയുള്ള യോദ്ധാക്കൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്നു എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഈ എത്തിയിട്ടുള്ള സാഹചര്യം ഈ ഹമാസും അതുപോലെയുള്ള ഇവിടെയുള്ള ഈ സംഘങ്ങൾ മുഖേനയാണ് എന്ന് പരമാവധി പ്രചരിപ്പിച്ചിരുന്നു. പക്ഷെ അതിനെ ചെവിക്കൊള്ളുന്നതിന് പകരം ഞങ്ങളുടെ ശത്രുക്കൾ ഇസ്രായേലും ഇസ്രായേലിനെ പിന്തുണക്കുന്നവരുമാണ് എന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഈ ഒരു സംഘത്തെ പരാജയപ്പെടുത്തുക എന്നത്, അവർ കീഴടങ്ങി ഇസ്രായേലിന് മേൽക്കോയ്മ നേടുക എന്നത് അസാധ്യമായ ഒരു അധ്യായമാണ് എന്ന് തന്നെയാണ്.